സിനിമ നല്ല സിനിമ എന്റർടൈൻമെന്റ് ഫസ്റ്റ് ഹാഫ് എന്റർടൈൻമെന്റ് പിന്നെ ബാക്കി പുള്ളിയുടെ ജേണിയാണല്ലോ പറയുന്നത്. എനിക്കൊരു ആവറേജ് പടമായിട്ടാ തോന്നി. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് തമാശകളൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. എന്നാലും മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവമായിട്ടാ തോന്നി. സ്റ്റോറി കുഴപ്പമില്ല, സാധാ ഇതിന് മുന്നൊക്കെ കണ്ടുപോയ പോലത്തെ സ്റ്റോറികൾ തന്നെയാണ്. ആവറേജ് അനുഭവം. പടം സൂപ്പറാണ്. നിവിനും ധ്യാനും അടിപൊളി കോമ്പിനേഷൻ ആണ്. കോമഡിക്ക് നല്ല വർക്കൗട്ടാണ്. മലയാളികൾക്ക് ഏറ്റവും അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. നല്ല സോഷ്യൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. തിരിച്ചറിയെന്ന് പറയാം, പുള്ളിയുടെ കുറെ കാലത്തിന് ശേഷം നല്ല തിരിച്ചറിയുന്നത് അടിപൊളിയാണ്. ഞാനും നിവിൻപുള്ളി നൈസായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ടൈം ഇത്രയും നല്ല കോമ്പിനേഷനിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പറ്റിയത്. കൊള്ളാം, നൈസായിരുന്നു. പടം നല്ല രസമായിരുന്നു. ചിരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഒരു ജോസിന്റെ പന്തുകളി പടം. പിന്നെ ന്യൂമോളിന്റെ വിശ്വാസം പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ തകർത്തറിയാതിരിക്കും. അതുകൊണ്ട് ന്യൂമോളി പടത്തിൽ അടിപൊളിയുണ്ട്. ഒരു തിരിച്ചറിവ് തന്നെയാണ്. ന്യൂമോളി നടനായ തിരിച്ചറിവാണത്. എന്നാലും പടം വേറെ ലെവലാണ്. മലയാളി ഫ്രം ഇന്ത്യ. ഷാരിസും ഡിജുവും കൂടി ഒരുമിച്ച് വരുമ്പോ അതൊരു ബ്രാൻഡാണ്. ലൈക്ക് അതൊരു ഒരു എസ്റ്റാബ്ലിഷ് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ കയറി കണ്ട ഫസ്റ്റ് ഹാഫ് കോമഡി കുറച്ചുണ്ട്, പിന്നെ ഫുൾ മോക്കിങ്. ഷാരിസിന്റെ റൈറ്റിംഗ് തന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാ പാർട്ടിക്കും നല്ല രീതിയിൽ മോക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് നല്ല കോമഡി രീതിയിൽ. സത്യം പറയാതെ അജുവിന്റെ ആ ഒരു കോംബോ അല്ല, അതിനകത്ത് തന്നെ ധ്യാനം ഒന്നും. പക്ഷെ ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ച് സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ധ്യാൻ വാസ് ഓക്കെ. ബട്ട് സെക്കൻഡ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഈ ഒരു ഫ്ലോയിൽ പോയപ്പോൾ സെക്കൻഡ് ഹാഫ് വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ട അവരുടെ സെക്കൻഡ് ഹാഫ് ആ ഒരു തീപ്പൊരി. പക്ഷെ ഇതിനകത്ത് ഒരു ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഇമോഷണൽസ് ആയിട്ട് പഠിച്ചേക്കണേ. ഒരു പാകിസ്ഥാനി ആളും മലയാളി, ഇന്ത്യയിൽ നിന്നുള്ള മലയാളി തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട്, ഒരു ഇമോഷണൽ ട്രാക്കാണ് പഠിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അത് ഫീൽ ഗുഡ് വരുന്നുണ്ട്. ഞാൻ സ്ഥിരം ഡിജി ഫോമുലയിൽ നിന്നും ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം അത് നല്ല എനിക്ക് വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫ് കോമഡി, ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു ഇതാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നതാണ്. ആൻഡ് ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു നല്ല മെസ്സേജ് തരുന്നുണ്ട്. ഒരു പഠിത്തത്തിനെ പറ്റി, നന്നായി പഠിക്കുന്നതിനെ പറ്റി, ഇതെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് നിവിന്റെ ഒരു നല്ല പെർഫോമൻസ് ആണ്. കാരണം നിവിന്റെ എല്ലാവരും ഒരു സീരിയസ്നെസ് ആയാലും കോമഡി സൈഡ് ആയാലും എല്ലാം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം ഒട്ടും ലാഗില്ല, നമുക്ക് ബോറടിക്കില്ല. കാരണം അതിന്റെ ഒപ്പം തന്നെ സീരിയസ് ആയിട്ട് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല, എന്താണേ പറയില്ല, പറഞ്ഞതിന് സ്പോയിലറോ. ജനഗണമണി അങ്ങനെയായി ഒരു പൊളിറ്റിക്കൽ ടോപ്പിക് ഉണ്ടായി. എന്താണ് നിവിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഫസ്റ്റ് ഹാഫ് പോയി കോമഡിയാണ്. ഞാൻ ഫസ്റ്റ് ഹാഫിലെ മെയിലുള്ളൂ, സെക്കൻഡ് ഹാഫിൽ ഞാൻ അങ്ങനെയല്ല. ക്ലൈമാക്സ് ആകുമ്പോൾ സെന്റിമെന്റ്സ് ഉണ്ട്. ആണ് ഫസ്റ്റ് ഹാഫിലെ മെയിലിൽ വരുന്നത്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡിയാണ് ഫസ്റ്റ് ഹാഫ്, ശരിക്കും കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിൽ എത്തുമ്പോൾ സെന്റിമെന്റ്സ് വരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് തമാശ രീതിയിലാണ് പറഞ്ഞത്, തമാശ പറഞ്ഞോളൂ. പിന്നെ നിവിന്റെ ശക്തമായ കമ്പാക്കാണ്. പിടിച്ചെടുത്തോ, യാതൊരു ലാഗൊന്നുമില്ല.